ശ്രീ ഫ്രാൻസിസ് ജോസഫാണ് ഇന്നത്തെ ഡെസേർട്ട് സ്കാൻ്റെ അതിഥി. ഇന്ത്യക്കാർ അധികം എത്താത്ത ഒരു കാലഘട്ടത്തിൽ, അതായത് 1969 സാറ് ബഹറിലെത്തിയത്. ആ വന്നതിൻ്റെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ ആയപ്പോൾ എൻ്റെ ബദറില ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങയുടെ ഞങ്ങളൊരു മൂന്ന് തലമുറ മുതൽ ഞങ്ങളുടെ ഇവിടെ ബഹറിലുള്ളതാണ്. അപ്പം അദ്ദേഹം ബോംബെയിൽ വന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ബഹറിൽ വരുന്നത് ബോംബെ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ സാലറിയിലാണ്. അങ്ങനെ ആരും വരില്ല. പക്ഷേ എൻ്റെ ഫാദർ പറഞ്ഞു, നീ പോ, ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഗൾഫിൽ ഉയർന്നു വന്ന ആളുകളുടെയൊക്കെ ചരിത്രം വളരെ ചെറിയ നിലയിൽ നിന്ന് തുടങ്ങിയാണ് അവർ വലിയ പടികൾ ചവിട്ടി കയറിയിട്ടുള്ളത്. താങ്കളുടെ ചരിത്രം അങ്ങനെയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി ഞങ്ങളോട് പറഞ്ഞാൽ സന്തോഷം. തുടക്കത്തിൽ വാസ്തവത്തിൽ ഈ വരുന്ന മൻസൂർദാരി എന്ന് പറയുന്ന ആൾ, അന്ന് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനാണ് വന്നത്. അതല്ലാതെ ഇന്ത്യൻസ് ആരുമില്ല. നമ്മളെപ്പോലത്തെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ബോൾട്ട് ഇരിക്കുന്ന ഇളക്കണമെങ്കിൽ ആദ്യം നമ്മൾ നഖമായിട്ട് പിടിച്ചു നോക്കും, അല്ലെങ്കിൽ ഒരു കോയിനെടുത്ത് നമ്മൾ ട്രൈ ചെയ്യും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറെ സ്ക്രൂ ഡ്രൈവർ വേണമെന്ന് ചോദിക്കുക പോലുമുണ്ട്. നമ്മൾ വളരെ പ്രാക്ടിക്കൽ മൈൻഡ് ഇടുന്ന ആൾക്കാർ നമ്മളാണ്. എങ്ങനെയും കാര്യം നടത്തും, ഇന്നതിനെ വേണം എന്ന് യാതൊന്നും പറഞ്ഞില്ല. 13,000 പരം തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമായി അഹമ്മദ് അൻസുർ അല്ലാലി വളർന്നു. ആ ചരിത്രം താങ്കളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഒന്ന് ചുരുക്കി പറയാമോ? തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ അൽബ റൗണ്ടിലോട്ടില്ലേ, അവിടെ നിന്ന് ഈ ഇടത്തോട്ട് അൽബയിലോട്ടല്ല. അപ്പം അതുവഴി റോഡില്ല. അത് വെള്ളമായിരുന്നു. ഈ പറഞ്ഞ സ്ഥലം ഇവിടുന്ന് എത്തുന്നത് വരെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആദ്യമായിട്ടുള്ള റോഡ്. ആദ്യമായിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ടെൻഡർ ചെയ്യുന്ന ജോലി എനിക്ക് തന്നെ കിട്ടി വായിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു വർക്ക് ടെൻഡർ ചെയ്ത് വെളിയിൽ കൊടുക്കുന്നത്. അത് നമുക്ക് തന്നെ കിട്ടി. ഞാൻ തന്നെ ടെൻഡർ എൻ്റെ കൂടെ അന്ന് ഉള്ളത് ഒരു PG ജോണെന്ന് ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ ടെൻഡർ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ തന്നെ ചെയ്യുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഞങ്ങൾ ചെയ്ത് 24 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ. ഞാൻ വന്ന ഇമ്മീഡിയറ്റ് ബഹ്റൈനീസായിരുന്നു. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ മേസൻസും കാർപ്പൻറ്ററും ജോലിക്കാരും. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ ആദ്യം വന്നത് എഞ്ചിനീയേഴ്സ് മാത്രം വന്നു. അതും എങ്ങനെ, ഒരു കമ്പനിക്ക് ഒരു എഞ്ചിനീയർ, ഒരു വിസയെ കൊടുക്കുകയുള്ളൂ. അത് ആൾ പോയാൽ അടുത്തൊരാൾക്ക് വരാം. അന്ന് ഇതുപോലെ വായിക്കൊരു ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. തുടക്കത്തിൽ വളരെ വിഷമമാണ്. എണ്ണിച്ചുട്ടപ്പം പോലെയുള്ള കാര്യങ്ങൾ 2 എഞ്ചിനീയർ തരില്ല. സൗദി കോസ്വേ എന്ന വലിയ പ്രൊജക്റ്റിൽ AMA പങ്കാളിയായിട്ടുണ്ട്. അതൊന്ന് പറയാമോ? ഭാഗമാണ്, മുഴുവൻ ചെയ്തതല്ല. മുഴുവൻ കോസ്വേഡ് വർക്ക് മുഴുവൻ ചെയ്തത് ബാലസ്നീഡം എന്നൊരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായിരുന്നു. അവർക്ക് ഞങ്ങൾ സാധനങ്ങളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ റെഡി മിക്സ് ഒക്കെ അത് നമുക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുക. അങ്ങനെ പക്ഷേ നമ്മൾക്ക് മെയിനല്ല, നമ്മളൊക്കെ സബ് കോൺട്രാക്ടേഴ്സായിരുന്നു. ഇന്ന് 4 മലയാളികൾക്ക് 100 സംഘടന എന്ന അവസ്ഥയാണ് ബഹറിലുള്ളത്. പക്ഷെ സാറ് വന്ന കാലഘട്ടത്തിൽ വളരെ കുറച്ച് സംഘടനകൾ മാത്രമായിരുന്നു ബഹറിലുണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? അതെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? ഒന്ന് പറയാമോ? അന്ന് ഇന്ത്യൻ ക്ലബ്ബ്, കേരള സമാജം, അതങ്ങനെയല്ല, അധികം വേറെ ഒന്നുമില്ല. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ പഴയ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുണ്ടാവും. താങ്കളുടെ വലിയ കോൺട്രിബ്യൂഷൻസ് അതിനുണ്ടെന്നും ഞങ്ങൾക്കറിയാം. അതൊന്ന് പറയാമോ? ഇന്ത്യൻ ക്ലബ്ബും പിന്നെ കേരള സമാജം, ഇത് രണ്ടാണ് ഞാൻ വർക്ക് ചെയ്ത സംഘടനകൾ. അപ്പം ഞാൻ ഒരു തവണ പോലും കേരള സമാജത്തിൽ നിന്നിട്ടില്ല, ജയിച്ചിട്ട് ഇല്ല. ഞാൻ നിന്നില്ല. ഒന്നുണ്ടെന്ന് വെച്ചാൽ
അവിടെ കയറി ചീത്ത കേട്ടിട്ടുണ്ട്. നിങ്ങൾ വെളിയിൽ നിന്ന് 100 രൂപ കൊടുത്താൽ 100 രൂപ 15 ദിവസം തന്നു എന്ന് വിളിച്ചു പറയും. അതേസമയത്ത് നമ്മൾ അകത്തുണ്ടെങ്കിൽ നമ്മളത് അടിച്ചു മാറ്റിയത്. കാരണം കേരള സമാജത്തിനുള്ള കുഴപ്പം, ഒന്നാമത്തെ കാര്യം ഞാൻ നായരില്ല. ഓക്കെ, വളരെ സത്യമായിട്ട് പറയുന്നത്. അപ്പം നായർ അല്ലാത്തവർ അവർ അംഗീകരിക്കില്ല. ഇന്ന് സൗത്ത് പാർക്ക് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്ന പഴയ ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പുതുക്കി പണിയലിന് താങ്കളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, എത്രയാണ്? 50,000 ഡിന്നർ. എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കിയ വഴി. അന്ന് അവിടെ ഈ പറയും പോലെ ഒന്നുമില്ല. സ്റ്റേജിൻ്റെ അവിടെയും അങ്ങനെ കറക്റ്റ് സ്റ്റേജ് ഉണ്ടാക്കാനും പിന്നെ കംപ്ലീറ്റ് ഇതുണ്ടാക്കി. നമ്മുടെ ബാക്കിൽ ഇതുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്ക് ബഹളം ഉണ്ടാകും. അപ്പോൾ പിന്നെ അവിടെ അത് കെട്ടി ക്ലാസ് ഇട്ടു. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് കല്ലെടുത്തിട്ടും ബഹളം ഉണ്ടാകും. പ്രോഗ്രാം കാണാൻ മതി, അവിടെ ശല്യം ഇവിടെ ഉണ്ടാകില്ല. എല്ലാ തണ്ണി അടിക്കുന്നതും ബാക്കിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഇതായി. ഞാനൊരു 50,000 ദിനാർ വന്ന് ആ 2 കൊടുത്തു. ഒന്ന് KCIക്ക് കൊടുത്തു. ഗൾഫിലെത്തുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനങ്ങളിലൊന്നായ ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ താങ്കളായിരുന്നു. ആ തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? അങ്ങനെയായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഞാൻ തുടങ്ങി ഫൗണ്ടേഷൻ മുഴുവൻ ഞാൻ ചെയ്ത്. പിന്നെ ഈ ബഹളവും ഈ മനസ്സിലായില്ലേ. കേരള സമാജം എന്ന് പറഞ്ഞാൽ നായർ ഭരിക്കേണ്ട സ്ഥലം എന്നൊരു നായർ സമാജം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ആയിരുന്നു അത്. ഞാൻ 1 വർഷം കൂടെ പ്രസിഡൻ്റായിരുന്നു. ഒരു തവണ പോലും വോട്ടിങ്ങിന് കമ്മിറ്റിക്കകത്ത് വോട്ടിങ്ങില്ല. ചോദിക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇങ്ങനെയാകാം. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇന്ന് നടത്തണമെന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയെന്ന് എനിക്ക് ഇത് നമുക്കെല്ലാം പൊതുകാര്യമല്ലേ. ചാരിറ്റിയുടെ കാര്യത്തിൽ വലത് കൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇടത് കൈ അറിയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി ജനങ്ങൾ അറിയാൻ വേണ്ടി പറയാമോ? എൻ്റെ മെയിൻ ചെയ്തത് ഇവിടുത്തെ ഡെഡ് ബോഡീസ് ഒരു 100 ബോഡിയെങ്കിലും ഞാൻ തന്നെ പോയി. ഞാനിത് ഉണ്ടെന്ന് വിളിച്ച് 7 മണിക്ക് എന്നെ ഫോൺ ചെയ്ത് പറയുകയാണ്, ഫ്രാൻസിസ് ഇങ്ങനെ അമ്മ. പിന്നെ വരികയോ വരാതിരിക്കുകയോ പ്രശ്നമല്ല. ഞാൻ ചെന്ന് ശരിയാക്കി കുളിപ്പിച്ച് ഇത് അതേത് ഇപ്പോൾ ഹിന്ദുവാണെങ്കിൽ ഹിന്ദു, മുസ്ലിമാണെങ്കിൽ മുസ്ലിം, അങ്ങനെ മുസ്ലിമിനും അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കുളിപ്പിക്കണം. സൽമാനിയുടെ ഭാഗത്തായിട്ട് അവിടെ പോയി കുളിപ്പിച്ച് എല്ലാം ചെയ്ത് ഞാൻ തന്നെ ഷേവ് ചെയ്ത് കൊടുക്കും എല്ലാ ആളുകൾക്കും. അങ്ങനെ പക്ഷെ ഇതൊന്നും പേപ്പറിൽ വരാനോ ഇത് കൊടുക്കാനോ ഒന്നും അല്ല. അന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു? ആരും വന്നിട്ടില്ല. കാര്യം നമ്മുടെ അത് ഇല്ലെന്ന് പറയാനില്ല. എനിക്ക് തന്നെ അസുഖമായിട്ട് എന്നെ ശരിയാക്കിയ ദൈവമല്ലേ. അപ്പം അത് എനിക്ക് കിട്ടിയത് റിവാർഡല്ലേ. GBS എന്ന് പറഞ്ഞ രോഗം വന്നാൽ ഒരു മനുഷ്യനും രക്ഷപ്പെടില്ല. ഒന്നിൽ കിടപ്പിലായിരിക്കും. കാരണം മസിലിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ശ്വസിക്കണമെങ്കിൽ ഈ മസിൽ വർക്ക് ചെയ്യണ്ടേ. അപ്പം ഈ ഇതിൽ മെഷീനിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ ദൈവം എന്നെ അതൊക്കെ നടന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇത് സംസാരിക്കില്ലേ. അത് ഉണ്മയല്ല. അതുകൊണ്ടുള്ള ഗുണം എനിക്കും ദൈവം തന്നു. പിന്നെ ഈ പറഞ്ഞില്ലേ ഒരു ബോഡിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പോകുമ്പോൾ അറക്കപ്പൊടി ഇട്ട് നേക്കഡ് ബോഡി സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ കൊടുത്ത തുണിയും കൊണ്ടെടുത്ത് നിൽക്കുന്നപ്പോൾ ഞാൻ കണ്ടു പയോട്ടിരിക്കുന്നത് എല്ലാം. ഞാൻ അകത്ത് പോയി ചോദിച്ചു എല്ലാം ഓക്കെ എന്ന്. അതെങ്ങനെ ഓക്കെ എന്ന്. ഈ തുണി ഞാൻ കൊടുത്ത തുണി നിങ്ങളുടെ തുണിയൊന്നും വാങ്ങിച്ചില്ലല്ലേ. തങ്ങൾക്ക് വാങ്ങിച്ചെങ്കിൽ ബില്ല് തരും, പൈസ തരാമെന്നത്. അവസാനം വാസ്തവം സാധാരണ ബേർഡിൻ്റെ എഴുത്തത് അവർ സീൽ ചെയ്തത് ഓപ്പൺ ചെയ്യില്ല. ഇത് ഓപ്പൺ ചെയ്ത് പിന്നെ അത് എടുത്ത് ബോഡി എടുത്ത് കുളിപ്പിച്ച് ശരിയാക്കി ഈ ഡ്രസ്സൊക്കെ ഇട്ട്. ഇതൊന്നും നമ്മൾ ആൾക്കാരെ അറിയാൻ വേണ്ടി ചെയ്യുന്നതല്ല. ആൾക്കാരറിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല. വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് സാർ. ബഹ്റിലെ ഭരണാധികാരികളുമായി
സാറിനുള്ള ബന്ധം ഒന്ന് ഞങ്ങളോട് പറയാമോ? നല്ല 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 ബന്ധം. ഒന്ന് മെയിൻലി ഞങ്ങളോട് ഇടപെടുന്ന ഒരാൾ പിന്നെ ആദ്യം ഷെയ്ഖ് ഈസായിരുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ഷെയ്ഖ് ഖലീഫ പ്രൈം മിനിസ്റ്റർ. കാരണം അയാളെ അയാൾക്ക് എന്ത് പണിയുണ്ടോ എന്നെ വിളിച്ച് പറയും. കാരണം ഒരു പണിയുണ്ടായിരുന്നിട്ട് അത് ഡിഫിക്കൽട്ടൊരു കാര്യമായിരുന്നു. പുള്ളി ഒരു ജർമ്മൻകാരൻ, ഒരു യൂറോപ്യൻ, അങ്ങനെ 3 പേരോട് ചോദിച്ചിട്ട് അയാൾ എന്നോടൊന്നും പറയില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജിദ്ദായില്ല എന്താണ്. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചു എങ്ങനെ ഫ്രാൻസിസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞോട്ട് ഇങ്ങനെ ചെയ്യാം, ഇതൊരു 3 മില്യൻ്റെ വർക്കാണ്, ഇത് വെച്ചു പേപ്പർ പോലും തോന്നില്ല. ഞാൻ ചെയ്ത് കൈ കൊടുത്താൽ അന്തം മുട്ടുപോയി. കാരണം ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെപ്പോലെ പ്രാക്ടിക്കൽ മൈൻഡുള്ള ആൾക്കാർ ഒരു സാഹിബുമില്ല. 13,000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്കൂളാണ് ഇന്ന് ഇന്ത്യൻ സ്കൂൾ. ഈ സ്ഥാപനത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് താങ്കളുടെ പ്രയത്നവും താങ്കളടക്കമുള്ള ആളുകളുടെ പ്രയത്നം വളരെ വലുതാണ്. അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അത് കാരണമെന്ന് പറഞ്ഞാൽ അന്ന് ഇവർ സംഘടന ഉണ്ടാക്കി അവർ തങ്ങളില്ല, നമ്മുടെ ആരെയും ഉൾപ്പെടുത്താതെ ഉണ്ടാക്കിയിട്ട് 5 ദിനാറാണോ 50 ദിനാറോ എനിക്കറിയില്ല, കോൺട്രിബ്യൂട്ടർ വാങ്ങിച്ച് ഇവരെല്ലാം ഇതിൻ്റെ മെമ്പറായി. അവനാണ് അവിടുത്തെ ഇത്. ഞാൻ പോയി ചോദിച്ചപ്പോൾ അത് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു കോപ്പി വെച്ച് തരാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ കാപ്പിയും ജനറേറ്ററും കൂടെ കൊണ്ടുപോയി ഇന്ത്യൻ സ്കൂളിൽ പോയി വച്ച് ആ ബുക്ക് അതൊന്നും പിന്നെ പറയാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാതെ വെച്ചിട്ട് കണക്ഷൻ എടുത്ത് എൻ്റെ കറണ്ട് പോലും എനിക്ക് വേണ്ടാന്ന് ചോദിച്ച് ജനറേറ്റർ വെച്ച് ഫോട്ടോ കോപ്പി വെച്ച് എടുത്ത് കോപ്പി എടുത്ത് വെച്ചു. അതോടുകൂടി അവർക്ക് മനസ്സിലായി നമ്മളത് കളിച്ചാൽ ശരിയാവില്ല. പിന്നെ കാരണം നമ്മൾ നാക്കൊണ്ട് വായിച്ച് കണ്ടിരിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശക്തി അവർ മനസ്സിലാക്കുന്നത്. പിന്നെ അന്ന് മുതൽ അതുപോലെ ഈ കമ്പനി ആര് പറഞ്ഞ് ആരാണ് ഇന്നിങ്ങനെയൊക്കെ ഇത് ഉണ്ടെങ്കിൽ ഞങ്ങളാരും അറിയിച്ചു, ഞങ്ങളൊക്കെ പേരൻസാണ്, ഇന്ന 4 മക്കളെന്നാണ് അവിടെ പഠിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഒരു കാര്യം ശരിയാണ്, നമ്മൾ കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റൈറ്റ് കിട്ടും.